എറണാകുളത്ത് കനത്ത മഴ പെയ്തിരുന്നു. അതോടുകൂടി പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ദൃശ്യം നമ്മൾ കണ്ടതാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. അരുൺ ശങ്കറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അരുണേ, ഗുഡ് മോർണിംഗ്. വെള്ളക്കെട്ടാണ് എറണാകുളത്ത് പ്രശ്നമായി നിൽക്കുന്നത്. ഒന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഓറഞ്ച് അലേർട്ട് നിൽക്കുന്നുണ്ട്? എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടോ ഇപ്പോൾ? ഗുഡ് മോർണിംഗ് പൂജ. എന്തായാലും ഓറഞ്ച് അലർട്ട് ഉണ്ട്, പക്ഷേ മഴ മാറി നിൽക്കുകയാണ്. അത് ആശ്വാസമാണ്. എറണാകുളത്ത് പൊതുവെ വെള്ളക്കെട്ടില്ല. പക്ഷേ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ നിലവിൽ വെള്ളക്കെട്ടുള്ളത്. അത് രൂക്ഷമായിരുന്നു, പക്ഷേ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ മാറ്റം വന്നു എന്ന് പറയുമ്പോഴും അത് ജനങ്ങൾക്ക് ദുരിതമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന യാത്രക്കാർ ഈ വെള്ളക്കെട്ട് മറികടന്ന് പോകാനുള്ള സാഹസികമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും സമീപത്തെ മെട്രോ പില്ലറിൻ്റെ ബേസ്മെൻറ്റിന് മുകളിലേക്ക് കയറി വെള്ളത്തിൽ ചവിട്ടാതെ എങ്ങനെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ആ ബേസ്മെൻറ്റിലേക്ക് ആൾക്കാർ കയറുകയാണ്, എന്നിട്ട് ഒരു സൈഡിൽ കൂടെ താഴേക്ക് ഇറങ്ങുകയാണ്. അത്തരം സാഹസികത അവർക്ക് കാണിക്കുന്നുണ്ട്. കാരണം അല്ലാതെ പോവുകയാണെങ്കിൽ വെള്ളത്തിലിറങ്ങി തന്നെ പോകണം. ഈ മലിനജലം കൂടി ആയതുകൊണ്ട് പൊതുവിൽ ആൾക്കാർക്ക് ആ വെള്ളത്തിൽ ഇറങ്ങാൻ ഒട്ടും താല്പര്യം ഇല്ല. പ്രായമായവർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ചില ആൾക്കാർ ആ വെള്ളത്തിൽ തന്നെ ഇറങ്ങി നടന്നു പോകുന്നുണ്ട്. MP ചേച്ചി, ഇങ്ങനെ വെള്ളത്തിലൂടെ നടന്നു പോവാ? നല്ല സുഖം. അത് ആ ചേച്ചിയുടെ രോഷമാണ് പ്രകടിപ്പിച്ചത്. നല്ല സുഖം എന്നുള്ളതാണ് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതിനെ കുറിച്ച് പ്രതികരിച്ചത്. അങ്ങനെ അത്തരം രോഷത്തോടു കൂടിയാണ് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നത്. ഇവിടെ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മറ്റ് സ്ഥലങ്ങളിലൊന്നും വെള്ളക്കെട്ട് ഇല്ല. ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേച്ചി, എന്ത് പറ്റി? കയറുന്നുണ്ടോ? വെള്ളത്തിൽ ചവിട്ടുന്നില്ല? ഇല്ല. മോനോ? അങ്ങനെ ആ ഒരു കുഞ്ഞുമായിട്ടാണ് അവരൊക്കെ ഇതുവഴിയാണ് പോകുന്നുണ്ട്. ഇതുവഴി നടന്ന് കയറുകയാണ്. ചെറിയൊരു 2 കുടുകൽ കിടക്കുന്നുണ്ട്. അതിനെ ചവിട്ടി മുകളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറിയപ്പോൾ പല ആൾക്കാർക്കും താഴേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലരും ലഗേജും ഒക്കെ ആയിട്ടാണ് പലർക്കും താഴേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും മാറ്റമുണ്ടെന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. കാരണം 7 മണിക്ക് വരുന്ന സമയത്ത് ഇതിനേക്കാൾ രൂക്ഷമായിരുന്നു വെള്ളക്കെട്ട്. പക്ഷേ അതിൽ മാറ്റമുണ്ട്. ഇടറോഡുകളിലൊക്കെ വെള്ളം കുറഞ്ഞുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ടാ? കയറിട്ട് ഇറങ്ങിപ്പോരുന്നോ? ഇറങ്ങാൻ നിവൃത്തിയില്ല. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല. ഇനി വെള്ളം ചവിട്ടുവാ? അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ബസ്സിൽ പോകാം. ഫീഡർ ബസ് ഉണ്ട്, നോക്കണം. അതൊരു കാര്യമാണ്. കാരണം ഇവിടെ മെട്രോയുടെ ഫീഡർ ബസ്സുണ്ട്. ആ ഫീഡർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക്, അതായത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്തേക്ക് യാത്രക്കാർക്ക് പോകാൻ കഴിയും. പക്ഷെ അത് എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. കാര്യം 1-2 ബസ്സുകൾ മാത്രമാണ് ഇതിന് സർവീസ് നടത്തുന്നത്. പക്ഷേ അത്യാവശ്യം വേണ്ടവർക്ക് ആ മെട്രോയുടെ ഫീഡർ ബസ് ഉപയോഗിക്കാം. എന്താ രാത്രി ഫുള്ള് വെള്ളയോ? മാറ്റമുണ്ടോ? ഇപ്പോൾ കുറേ കുറഞ്ഞല്ലേ? ഇപ്പോഴും ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാവും. പക്ഷെ പെട്ടെന്ന് വലിയും. അതാണ് മാറ്റം വരണം. ഇന്നലെ ഫുള്ള് വെള്ളല്ലേ? ഇന്നലെ ഒരു ഹാഫ് വരെ വെള്ളല്ലേ? കുറച്ച് പേര് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവർ തിരിച്ചിറങ്ങി വരികയാണ്. എന്താ ചേച്ചി, ഇറങ്ങുന്നില്ല അതിലെ കൂടെ? ഇറങ്ങാൻ പറ്റത്തില്ല. ഇനി വെള്ളത്തിൽ നീന്തി പോണം. പറ്റത്തില്ല മോനെ? എന്താ ചാടാൻ പറ്റില്ലേ? ഇല്ല. പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാനും പറ്റില്ല, കയറാനും പറ്റില്ല. നീ ഇതുവഴി നീന്തി അല്ലാണ്ട് പോകാനും രക്ഷയില്ല. ആ ബസ്സിൽ വേണമെങ്കിൽ കയറി അപ്പുറത്തിറങ്ങാം. ആ ബസ്സും പോകും. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പലരും ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇറങ്ങാൻ പറ്റാതെ, അപ്പുറത്തെ വശത്ത് ഇറങ്ങാൻ പറ്റാതെ അവർ തിരിച്ച് തന്നെ വന്ന് വെള്ളം ചവിട്ടി പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും 1 മണിക്കൂറുടെ കഴിയുമ്പോൾ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് വെള്ളക്കെട്ട് രൂക്ഷമാകില്ല എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെയാണ് അവിടെ എത്തുന്ന ജനങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം വലിയ വെള്ളക്കെട്ടാണ്. ഒരു മഴ പെയ്തപ്പോഴേ ഇതാണ് അവസ്ഥ. അങ്ങനെ പലയിടത്തും ഉണ്ടാകുന്ന വെള്ളക്കെട്ട്, അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്കറിയാം. ഇതിപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പ്രശ്നമാണ്. ഓരോരുത്തരും അവരുടെ രോഷം ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അരുൺ ശങ്കറാണ് കാര്യങ്ങൾ പറഞ്ഞത്.